ഭൂമിയിൽ നിന്ന് 85 മില്യൺ ലൈറ്റ് ഇയർ അകലത്തിൽ 26ഓളം ഗാലക്സികൾ കൂടിച്ചേർന്ന് ഒരു ഗാലക്സി ക്ലസ്റ്റർ നിലനിൽക്കുന്നുണ്ട്. അത് കണ്ടുപിടിച്ച നാൾ തൊട്ട് ആർ വില്യംസിനും കൂട്ടർക്കും ചില സംശയങ്ങളുണ്ടായിരുന്നു. പ്രപഞ്ചം ഓരോ സെക്കൻഡിലും പ്രകാശത്തേക്കാൾ വേഗത്തിൽ വലുതാകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ക്ലസ്റ്ററിലെ ഗാലക്സികൾ തമ്മിൽ പരസ്പരം അകന്നു പോകാതെ കൂടിയിരിക്കുന്നത്? നിരന്തരമായ നിരീക്ഷണത്തിനൊടുവിൽ അവർ അത് കണ്ടെത്തി. അതുവരെ ശാസ്ത്രം കരുതി വച്ചിരുന്ന ചില വിവരങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ടായിരുന്നു അതിൻ്റെ ആ കണ്ടെത്തൽ. TON 618 എന്ന ബ്ലാക്ക് ഹോളിനേക്കാൾ വലിപ്പമുള്ള ഒരു ബ്ലാക്ക് ഹോൾ. പിന്നീട് ശാസ്ത്രലോകം അതിനൊരു പേരുമിട്ടു, ഫെനിക്സ് എ സ്റ്റാർ. ശാസ്ത്രം ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള ബ്ലാക്ക് ഹോളാണിത്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയേക്കാൾ വലിപ്പമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. പ്രപഞ്ചമുണ്ടായി വളരെ കുറഞ്ഞ കാലയളവിന് ശേഷം ഉണ്ടായ ബ്ലാക്ക് ഹോളാണ് ഇതെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ പ്രപഞ്ചത്തിലെ തന്നെ ആദ്യത്തെ ബ്ലാക്ക് ഹോൾ ഇതാണോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായൊരു മറുപടി പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ കൂടിയും പല കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായത് തന്നെയാണ് ഈ ബ്ലാക്ക് ഹോൾ. സാധാരണയായി ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നത് നക്ഷത്രങ്ങൾക്ക് സൂപ്പർനോവ സംഭവിച്ചിട്ടാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഫെനിക്സ് എ സ്റ്റാറിൻ്റെ കാര്യത്തിൽ മറ്റൊരു തിയറിയാണ് ഗവേഷകർക്ക് പറയാനുള്ളത്. പ്രപഞ്ചം ബിഗ് ബാങ്കിലൂടെ പൊട്ടിത്തെറിച്ചുണ്ടായപ്പോൾ കൂടെ ഒരുപാട് ബ്ലാക്ക് ഹോളുകളും രൂപപ്പെട്ടിരുന്നിരിക്കണം. പിന്നീട് ഈ ബ്ലാക്ക് ഹോളുകളുടെ അതിശക്തമായ ഗ്രാവിറ്റി മൂലം ഇതിലെ പല ബ്ലാക്ക് ഹോളുകളും തമ്മിൽ കൂടിച്ചേരുകയും പിന്നീട് മാസീവ് വലുപ്പമുള്ള ഈ ഫെനിക്സ് എ സ്റ്റാർ എന്ന ബ്ലാക്ക് ഹോൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. ഫെനിക്സ് എ എന്ന ഗാലക്സി ക്ലസ്റ്ററിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ ബ്ലാക്ക് ഹോൾ സ്ഥിതി ചെയ്യുന്നത്. 26 ഗാലക്സികൾ കൂടിച്ചേർന്ന ഒരു ഗാലക്സി ക്ലസ്റ്ററാണ് ഫെനിക്സ് എ എന്നത്. ഫെനിക്സ് എ സ്റ്റാർ എന്ന ബ്ലാക്ക് ഹോളിൻ്റെ ഗ്രാവിറ്റി മൂലമാണ് ഇന്നും ഈ ക്ലസ്റ്ററിലെ ഗാലക്സികൾ തമ്മിൽ കൂടി നിൽക്കുന്നത്. മാത്രമല്ല ഇതൊരു ആക്റ്റീവായിട്ടുള്ള ബ്ലാക്ക് ഹോളാണ്. അതായത് ബ്ലാക്ക് ഹോളിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, ഡോർമെൻ്റ് എന്നും ആക്റ്റീവ് എന്നും. അതിൽ ഡോർമെൻ്റ് ബ്ലാക്ക് ഹോളുകൾ റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നതും അതേസമയം അതിൻ്റെ അടുത്തുള്ള വസ്തുക്കളെ വലിച്ചെടുക്കാൻ കഴിയാത്തതുമായ ബ്ലാക്ക് ഹോളുകളാണ് ഡോർമെൻ്റ് ബ്ലാക്ക് ഹോളുകൾ. എന്നാൽ ആക്റ്റീവായിട്ടുള്ള ബ്ലാക്ക് ഹോളുകൾ അതിൻ്റെ ഗ്രാവിറ്റിയുടെ പരിധിയിൽ വരുന്ന എല്ലാത്തിനെയും വലിച്ച് എടുക്കുകയും ചെയ്യും. ഓരോ വർഷം തോറും ഫെനിക്സ് എ സ്റ്റാറിൻ്റെ വലിപ്പത്തിലും വ്യത്യാസം കണ്ടുവരുന്നുണ്ട്. അതായത് വർഷം തോറും വളരുന്ന ഒരു ബ്ലാക്ക് ഹോൾ, അതിൻ്റെ മാസ് വർഷം തോറും കൂടി വരികയാണിവിടെ. ഓരോ തവണയും ഓരോ പദാർത്ഥങ്ങളെ വലിച്ചെടുക്കുന്നത് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രപഞ്ചമുണ്ടായ സമയത്ത് ഉണ്ടായ ഒരു ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോൾ ഗാലക്സിയാണോ ബ്ലാക്ക് ഹോളുകളാണോ ആദ്യം ഉണ്ടായത് എന്ന സംശയമുണ്ടാകാം. എന്നാൽ ഈ ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരമില്ല. പക്ഷേ ഇന്ന് വരെയുള്ള കണ്ടെത്തലിൽ നിന്നും ഫെനിക്സ് എ സ്റ്റാർ എന്ന ബ്ലാക്ക് ഹോളിനേക്കാൾ പ്രായമുള്ള ഒരു ഗാലക്സിയെയും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗാലക്സികളെക്കാൾ മുന്നേ ഉണ്ടായത് ഇന്ന് ബ്ലാക്ക് ഹോളുകൾ തന്നെയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അന്ന് നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കാതെ എങ്ങനെ ബ്ലാക്ക് ഹോൾ ഉണ്ടായി എന്ന ഒരു ചോദ്യം കൂടി അവിടെ ഉണ്ടാവാം. ഇതിനും ഗവേഷകർ ചില ഉത്തരം തരുന്നുണ്ട്. ബിഗ് ബാങ്കിലൂടെ പ്രപഞ്ചമുണ്ടായപ്പോൾ അതിലൂടെ ധാരാളം പൊടിപടലങ്ങളും പ്രപഞ്ചത്തിൽ നിലനിന്നിരുന്നു. അവയെല്ലാം വളരെ ചേർന്നാകാം സ്ഥിതി ചെയ്തിരുന്നത്. പിന്നീട് ഇതെല്ലാം കൂടിച്ചേർന്ന് നക്ഷത്രങ്ങൾ രൂപപ്പെട്ടു. അപ്പോൾ ബ്ലാക്ക് ഹോളുകൾ, ഈ നക്ഷത്രങ്ങൾ ഉണ്ടായതിനേക്കാൾ മാസ് കൂടിയ ചില പദാർത്ഥങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. പിന്നീട് ഈ പദാർത്ഥങ്ങൾ കൂടിച്ചേർന്ന് നക്ഷത്രമാവാതെ അതിനേക്കാൾ മാസുള്ള ബ്ലാക്ക് ഹോളുകൾ ഉണ്ടായി. ഇതായിരിക്കാം പ്രപഞ്ചത്തിൽ ആദ്യമായി ഉണ്ടായ ബ്ലാക്ക് ഹോളുകളുടെ ജനന രഹസ്യം. പിന്നീട് ഇങ്ങനത്തെ പല ബ്ലാക്ക് ഹോളുകൾ കൂടിച്ചേർന്നാകാം മാസീവായിട്ടുള്ള ഫെനിക്സ് എ സ്റ്റാർ പോലുള്ള ബ്ലാക്ക് ഹോൾ രൂപമെടുക്കുന്നത്. ഫെനിക്സ് എ സ്റ്റാർ എന്ന ബ്ലാക്ക് ഹോൾ കണ്ടുപിടിച്ച ആർ വില്യംസിൻ്റെയും കൂട്ടരുടെയും അഭിപ്രായമനുസരിച്ച് പ്രപഞ്ചത്തിൽ നിന്ന് കണ്ടെത്തിയത് 26 ഗാലക്സികളുള്ള
ഒരു ഗാലക്സി ക്ലസ്റ്ററിൻ്റെ മധ്യത്തിലുള്ള ബ്ലാക്ക് ഹോളിനെയാണ്.